ഒരു ബ്ലോഗറുടെ തലയടിച്ച് പൊട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 9 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ഈ വാർത്ത കാണുന്നവർ ആദ്യം മനസ്സിലാക്കാൻ നമ്മൾ ഈ ബ്ലോഗർമാർക്ക് മാത്രം ജീവിച്ചാൽ മതി. എല്ലാ ബ്ലോഗറല്ല അവരിവിടെ ഉള്ളവരെയൊക്കെ വെറും മറ്റവരാക്കിക്കൊണ്ടുള്ളവരുതായിരുന്നു. ഇവർക്ക് മറ്റേ MDMൻ്റെയും നൈട്രോസണിൻ്റെ ഒക്കെ കച്ചവടം ഉണ്ടായിരുന്നു. അവർ പൊതുമേഖല നിൽക്കുന്ന ആൾക്കാരല്ലേ, ബ്ലോഗേഴ്സ് അല്ലേ. ആ ബ്ലോഗിന്റെ മറവിലാണ് ഇവർ പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. പ്രജിക്കും ജോലി ചെയ്യാതെ ഫുഡ് അടിക്കണം, ഇത് തന്നെയാണ് അവരെ ലക്ഷ്യം. ഇവർ ചെയ്യുന്ന പ്രവൃത്തി വെളി അറിയാൻ പാടില്ല, അതിന് മറവായിട്ടാണ് ബ്ലോഗേഴ്സ് കൊണ്ട് നടക്കുന്നത്. ഗുളിക കൊടുത്ത് നൈട്രോസൺ ഓട്ടോക്കാരൻ RS ബാബുവിനെ വെട്ടിയ കേസിലെ 3ാം പ്രതി 4ാം പ്രതിയാണ് അവൻ. ഈ പ്രതി അവള് പറയുന്ന അവൾ 8 മാസം പ്രഗ്നന്റ് ആണെന്ന്. അവളെ ഈ ചവിട്ടി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ചേരൂ. ഞങ്ങളും പെണ്ണുങ്ങളാണ്, നമ്മളും പ്രസവിച്ചതാണ്. വാടക ഇവിടെ എടുത്തിരിക്കുന്ന നമ്മളെ പാലൊന്നും സൈഡിലാണ്. ഇവന്റെ അനി എടുത്തിരിക്കുന്നത് ഇപ്പൊ കോരാണിതാണ്. എനിക്ക് ഏറ്റവും പറയാനുള്ള കാര്യം വെച്ചാൽ ആ പരിസരവാസികൾ ഇവരെ വളരെ സൂക്ഷിക്കുക. എന്റെ മോന്റെ കൂടെ ആയിരുന്നു ഇത് അറിയാമായിരുന്നൊക്കെ. നമസ്കാരം. ഞങ്ങൾ ഒരാഴ്ച മുന്നേ ഒരു 3 ദിവസം മുമ്പേ ഇവിടെ വാർത്തയായിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ ചിറയൻകീഴ് ഇവിടെ ഒരു അടി നടന്നു. അതായത് ഒരു ബ്ലോഗറുടെ തലയടിച്ച് പൊട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 9 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അവർ വീട്ടിൽ കയറി അടിച്ചത്, തലയൊക്കെ അടിച്ച് പൊടിച്ച വിഷ്വൽസൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ പ്രതികൾ നമ്മളവിടെ ഉണ്ട്. അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, കേൾക്കാം. എന്താടാ വിഷയം എന്നത്? വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കളാണ് അവർ. ഇത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുള്ളിയും പറഞ്ഞു നിങ്ങളൊക്കെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് വേറെ വിഷയമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇവർക്ക് ഇവിടെ കച്ചവടം ഉണ്ടായിരുന്നു, കഞ്ചാവ് കച്ചവടം, മറ്റു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അവർ പൊതുമേഖല നിൽക്കുന്ന ആൾക്കാരല്ലേ, ബ്ലോഗേഴ്സ് അല്ലേ. ആ ബ്ലോഗിൻ്റെ മറവിലാണ് ഇവർ പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കാരണം വെച്ചാൽ ഞാൻ മറുത്ത് കൂട്ടുകാരല്ലേ, ഞാൻ ചെന്ന് പറഞ്ഞടാ ഇത് ശരിയായ പരിപാടിയല്ല, നിങ്ങൾ വെളിയിൽ നിന്ന് പയ്യന്മാരെ ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യിപ്പിക്കുന്നു. എക്സൈസും പോലീസും വരുമ്പോൾ ഇവിടെ മൊത്തം പോലീസുകാർ ഓടുമ്പോഴത്തേക്ക് അടുത്തുള്ള വീട്ടുകൾക്കാണ് ശല്യം, അവിടെ പയ്യന്മാരുണ്ട്. അങ്ങനെ അതേ ചൊല്ലി ഞാൻ 2-3 പ്രാവശ്യം വേണ്ടി പറഞ്ഞ് വിലക്കിയതാണ്. അത് ശരിയല്ല, അതായത് ഈ പ്രതി 2 പേരെടുത്തും ഞാൻ പറഞ്ഞ് ഈ പരിപാടികൾ നടക്കൂല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് നമ്മൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടും രാത്രി ആയാലും പകലായാലും വീണ്ടും പയ്യന്മാരെ കൊണ്ടുവരുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് ഇത് ഈ റീസെൻ്റ്ലി ആണെങ്കിൽ അറിയുന്നത്, നിങ്ങൾ നേരത്തെ അറിയുമോ സംഭവം? നേരത്തെ അറിയാമായിരുന്നു, നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. നേരത്തെ അറിഞ്ഞ നേരത്തെ ഇതിനാണ് ഇവരെ മെയിൻ പ്രശ്നം. ചേട്ടനല്ലേ ആദ്യം അടിച്ചെന്ന് പറഞ്ഞത്? എന്നെ അടിച്ചത്. ആരാ അടിച്ചത്? എന്നെ അടിച്ച പ്രജിയും പ്രണവോട് ചേർന്ന് ആദ്യം എന്നെ അടിച്ചത്. ഈ പ്രണവ് എന്ന് പറഞ്ഞത് അവന് മൂത്ത ചേട്ടൻ, ഏറ്റവും മൂത്ത ചേട്ടൻ. നമ്മൾ ഈ തലപൊട്ടിയാണ് ചേട്ടൻ. അപ്പോൾ ഇത് അടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചേട്ടനോട് ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. ചേട്ടനെ കൊണ്ട് ടാക്കിൻ്റെ മേളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചിങ്ങനെ വന്ന സമയത്താണ് ഇവർ 2 മിനിറ്റ് ഇറങ്ങി വന്നത്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച് പ്രണവാണെന്ന് വെച്ചാൽ പോകുന്നു. ഞാൻ അവിടെ മക്കളെ പോയിട്ട് പോകാമെന്ന് പറഞ്ഞു. നീ നിന്നിടാൻ നിന്നെ കാത്തിനെ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ തിരിച്ചു വന്ന് എന്നെ ഒരു 2 കൂടെ അടിക്കുന്നത്. അടിച്ച് ഉടുപ്പ് വലിച്ചേരി ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് എൻ്റെ മോവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ അവൻ ഇന്നലെ ചേട്ടൻ്റെ കൂടെ വന്ന് എൻ്റെ വൈഫും വന്ന് എൻ്റെ മാപ്പിള നേടി എൻ്റെ ഭർത്താവിനെ അടിച്ചെന്ന് പറഞ്ഞു ചോദിച്ചുള്ളത് തന്നെയാണ്. ആരെ സംബന്ധിച്ച് അവർ വീണ്ടും വന്നു. എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ നിങ്ങളെടുത്ത് കാണിച്ചാൽ അവന് തല മൊത്തം പൊട്ടിയില്ല. കമ്പി കൊണ്ട് അടിച്ചതാ. അതിൽ ഈ പ്രശ്നത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേട്ടൻ അവരോട് മർദ്ദിച്ചോ? അവരോട് മർദ്ദിച്ചു. അടി സഹിക്കാൻ മേലെ ഞാൻ അവിടെ നിന്ന് ഓടി വന്നാണ് എൻ്റെ മോൻ തിരിച്ച് പ്രതികരിച്ചു. അവനും അവൻ്റെ അച്ഛനടിച്ച് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ തിരിച്ച് നമ്മളെ ഏറ്റവും മേലെ അവൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ വൈഫ് വിളിച്ച് വഴക്ക് പറഞ്ഞുള്ളത് തന്നെ എൻ്റെ മാപ്പിളപ്പം എന്ന് ചോദിച്ചുള്ളത് തന്നെയാണത്. തിരിച്ച് റാക്കിൻ്റെ മേളിൽ എൻ്റെ മോൻ ചെന്നപ്പോൾ ഇവർ വീണ്ടും വരുന്ന ആളുമായിട്ട് കമ്പിയായിട്ട് വരും. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വേറെ വിചാരിക്കരുത്. ഒരു ഗർഭിണിയായ യുവതിയായിരുന്നു അത്. അതിൽ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ. അവര് പറയുന്നുണ്ട് വീഡിയോ അടിച്ച ആൾക്കാർ അവരറിയാം വീഡിയോ എടുക്കുന്നത്. എന്തുകൊണ്ട് അവളെ അടിച്ച വീഡിയോ അവൾ എടുക്കുന്നില്ല? നമ്മൾ ആ സ്ത്രീയെ തൊട്ടിട്ട് പോലുമില്ല. ആ പ്രശ്ന സമയത്ത് അവളവിടെ ഇല്ല. നിങ്ങൾ 4 പേരുണ്ടായിരുന്നു? 4 ചേട്ടൻ്റെ മോനാ? അവൻ മാത്രമല്ലായിരുന്നു, ഞാനാണ്. അത് അവരുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ തന്നെ. എന്നോട് അവര് പറഞ്ഞു വെച്ചാൽ എല്ലാവരും അടുത്ത സുഹൃത്തുക്കളാണ്, ബന്ധുക്കളാണൊക്കെ പറഞ്ഞിട്ട്. നമ്മളെ ഒരുമിച്ച് നടന്ന ആൾക്കാരാണ്. എന്നിട്ടാണ് എൻ്റെ അച്ഛനെ ഇവന്മാർ 2 പേരോട് അടിച്ച് അങ്ങനെ നമ്മളോട് ചെന്നാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാവുന്നത്. ചേട്ടന് ഞാനിത് കേട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് ചെന്നത്. അപ്പോൾ 2 കൂടെ കൊച്ചവനെ അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ നിൽക്കുകയായിരുന്നു വെറുതെ. ഈ മറ്റേ ഈ അടി തല പൊട്ടി കക്ഷി അവിടെ ഇല്ലായിരുന്നല്ലോ സമയത്ത്. അതാണ് രണ്ടാമത് വന്നതാണ് ഇവർ. ഞാനാണ് സ്റ്റേഷനിൽ വിളിച്ച് പറയണം, സാറേ ഇതേക്കണക്കൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ആ പുള്ളിക്കാരന്മാർ സ്റ്റേഷനിൽ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഇവൻ വന്നിട്ട് ഇവനും വേറൊരു പ്രതി ഉണ്ടായി. അതായത് ഒരു ക്രിമിനൽ കേസിലെ പ്രതിനെ കൊണ്ടാണ് ഈ അടി കിട്ടിയത്. അതായത് തലയ്ക്കടി കിട്ടിയ പുള്ളിക്കാരൻ ഒരു ക്രിമിനൽ കേസിലെ പ്രതിനെ കൊണ്ടാണ് ഇവിടെ വന്നത്. ജഗതി എന്ന് പറയും, ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അത് കുന്നിലുള്ളതാണ്. ഒരുപാട് വാറണ്ട് കേസിലെ പ്രതിയാണ്. അവനെ കൊണ്ടാണ് വന്നത്. അവനെ കൊണ്ട് വരണ സമയത്ത് അണ്ണൻ അടിക്കണ സമയത്താണ് ഇവ കമ്പിയിട്ടാണ് അടിക്കണത്.
മനസ്സിലായില്ലേ? രണ്ടാമത് പ്രതിയുടെ ചേട്ടനാണ് പുള്ളി അടി കിട്ടിയ കക്ഷിയാണ്. അല്ലല്ല, അടി കിട്ടിയ അതായത് തല പൊട്ടിയെന്ന് പറഞ്ഞില്ലേ പ്രജി രണ്ടാമത് ഇത് കൊണ്ടുവരികയാണ്. അതാണ് ഇവൻ്റെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള പയ്യുണ്ട്, അതായത് ജഗതി എന്ന് പറയുന്നത്. അവനെ കൊണ്ടാണ് വരണത്. അവനെ കൊണ്ടുവന്ന് അണ്ണനെ അടിക്കുന്ന സമയത്താണ് ഇവൻ കയറി പിടിക്കുന്നത്, കമ്പി കയറി പിടിക്കുകയാണ്. അങ്ങനെയാണ് വീണ്ടും അടിയാവണത്. ആദ്യത്തെ അടിയിൽ അണ്ണനാണ് അടി കിട്ടിയത്. ഓ ശരി ശരി. ഇതാണ് നടന്നത് സംഭവം. ചേട്ടൻ എങ്ങനെയാണ് അവിടെ പോയത്? ഞാനെൻ്റെ ചേട്ടനും കൂടെ, എൻ്റെ ചേട്ടൻ അക്കരെ അപ്പുറത്താണ് താമസിക്കുന്നത്, വൈദ്യുതിനൊക്കെ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അത് എന്നെ കാണാൻ വന്ന് നമ്മളിവിടെ ചില മരുന്ന് കഴിച്ചിട്ട് നേരെ ട്രാക്കിൻ്റെ അപ്പുറത്താകാൻ പോയി. എന്തിനാണ് ഉടക്കുണ്ടായത്? എന്തിനാണ് ഉടക്കുണ്ടായ കാര്യമാണ് പറഞ്ഞാൽ വരുന്നത്. വെളിയിലെ പയ്യന്മാരുണ്ടായിരുന്നു. വെളിയിലെ പയ്യന്മാർ വന്നപ്പോൾ ഞാൻ വെച്ചാൽ അവിടെ പിന്നെ പ്രണവടെന്ന് വെച്ചാൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നിന്നെ കാത്തിൻ്റെ അടിക്കുന്നത് പറഞ്ഞാൽ അവർ എന്നെ അടിക്കുന്നത്. ഒരു ആവശ്യമില്ലായിരുന്നു. ഇതാണ് സംഭാഷണം നടന്നത്. അപ്പോൾ ഈ നേരത്തെ എൻ്റെ മോയവരെ കൂടെ ആയതുകൊണ്ട് പേരിൽ ഞാൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ഇപ്പോഴുള്ള പിള്ളേരെ ഞാൻ ചീത്തയാക്കലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ചെറുപ്പക്കാർക്ക് അറിയാൻ പറ്റും ഇവർ അവിടെ കഞ്ചാവ് ചെടലുണ്ട്. ഉണ്ടായിരുന്നു. ഇവർക്ക് മറ്റേ MDMൻ്റെയും നൈട്രോസണിൻ്റെയും ഒക്കെ കച്ചവടം ഉണ്ടായിരുന്നു. നിങ്ങളത് അറിയാൻ എന്തിനാ പോലീസ് പറയാത്തത്? പോലീസ് അകത്തുമായിട്ടുണ്ടല്ലോ, 45% ഇവർ അതല്ല, ഇവർക്ക് ചെറിയ കേസാണ്. ഇവർ പറയുന്നുണ്ടല്ലോ ഒരു ഗുളിക വിറ്റ കേസിൽ ഇവർ ചെറിയ കേസെന്നാണ് ഇവർ പറഞ്ഞത്. ഇത് അവർക്ക് ചെറിയ കേസ്. പക്ഷേ നിയമപരർക്ക് ചെറിയ കേസല്ലാത്തതാണ് ഇവർ 45 റിമാൻഡ് കിടന്നത്. 200 ആരാണ് ഈ പ്രജിൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ദർശന എന്ന് പറയുന്നത് കേസിൽ പ്രതി കിടന്നിട്ടുണ്ട്. 45 ദിവസം കൊണ്ട് അവരെ ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്നിട്ട് ഇറങ്ങി വന്നിട്ടാണ് ഇവർ പറഞ്ഞത് അത് അവർക്ക് ഇപ്പോൾ ഈ വീഡിയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഈ ബ്ലോഗേഴ്സ് അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് ചെറിയ കേസായിട്ടാണ് തോന്നുന്നതെന്ന് പറഞ്ഞാൽ. അത് നിയമപാലകർക്ക് ചെറിയ കേസല്ലാത്തതുകൊണ്ടാണ് 45 ദിവസം റിമാൻഡ് ചെയ്തത്. പോരാത്തതിന് ഇവരെ നിങ്ങൾ ഇത്രയും കാലമായിട്ട് അവരുമായിട്ട് സഹകരിച്ചു വന്ന ആൾക്കാരല്ലേ? അത് ഉറപ്പായിട്ടും. അപ്പോഴത്തേക്കും അറിയില്ലായിരുന്നോ? അത് നമ്മൾ അറിഞ്ഞു നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊന്നും ശരിയായ പരിപാടി അല്ലെന്ന് പറഞ്ഞു. അതെ, നമ്മൾ പറഞ്ഞു വിലക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞു വിലക്കുമ്പോൾ ഇവിടെ പയ്യന്മാരെ വെളിയിൽ നിന്ന് കൊണ്ടുവരല്ലെന്ന് പറഞ്ഞാലാണ് യുവമാർക്ക് ഇത്ര പ്രശ്നം. കാരണം ഇവിടെ ആകുമ്പോൾ സേഫാണ്. അവർ വീടിൻ്റെ വഴി വരുന്ന വെച്ചാൽ ആരും അങ്ങോട്ട് പോകില്ല. ഒരു ഒഴിഞ്ഞ വീടുണ്ട്, അത് തന്നെ ഭയങ്കര സേഫാണ്. അപ്പോൾ അവർ ആരും വരത്തില്ല, ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് ആരും വരത്തില്ല. അപ്പോൾ ഇവർക്ക് അത് സേഫായിട്ട് ഇവർ അവിടെ വെച്ച് നടത്തിക്കൊണ്ട് പിന്നെ ഇവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇന്നുവരെയ്ക്ക് ഒരു കേസുകൾ ഉണ്ടാക്കിയിട്ടില്ലെന്ന് വെച്ചാൽ PT കെട്ടിയിട്ട് കൊറോണ സമയത്ത് ഇവൻ വാറ്റുചാരായം കൊണ്ട് വിറ്റത് ആണ് ഇവൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. മെഡിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. അത് വെച്ച് ഇവൻ PT കെട്ടിട്ടിട്ട് റോഡ് നീളം, അതായത് ആശുപത്രിക്കാരെ വിളിച്ച് ഇവൻ കഞ്ചാവ് സ്വന്തമായിട്ട് മറ്റേ വാറ്റുണ്ടല്ലോ വാറ്റുചാരായം വിറ്റ കേസിൽ പ്രതി ആയിട്ടില്ല. പക്ഷേ ഇവനെ പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ മെഡിക്കൽ കോളേജിൻ്റെ ഇതുണ്ടല്ലോ നഴ്സിംഗ് സ്റ്റുഡൻ്റ് അല്ലേ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഇവനെ കൈ കാണിച്ചാലും ഞാൻ വാഴിച്ചുണ്ട് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഇവരെ ഭാവി തകർത്തത് ഇവർ പറഞ്ഞു, ഒരു വാർത്തക്കാരെല്ലാം പറഞ്ഞിട്ട് ഇവരെ ഭാവി തകർത്തത് ഇങ്ങനെ അന്ന് ഗുളിക വിറ്റലാണെന്ന്. അതിനുശേഷം എന്തെല്ലാം കേസുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ ചെറിയൊരു പരിപാടി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇവർ മറ്റേ ചുരണ്ടി ഐസ്ക്രീം എന്ന് പറയുന്നുണ്ട്. ഇവർ ചുരണ്ടി ഐസ്ക്രീം എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ തുടങ്ങിയപ്പോൾ ഇവിടെ താഴമ്പള്ളിയിൽ നിന്നാണ് ഇവർ ആദ്യം ഐസ് എടുത്തുകൊണ്ടുവന്നത്. അതായത് അമോണിയം ചേർത്ത ഐസ്, മീൻ ഇടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഐസ്. മീനിടുന്ന ഐസ്, അമോണിയം ചേർത്ത ഐസ്. അതാണ് ഹാർബറിൽ നിന്ന് എടുത്തുകൊണ്ട് വിറ്റിട്ട് അവർ പിന്നെ അത് കുറേ നാൾ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഇത് പ്രശ്നമാവുമെന്ന് ഉറപ്പ്, ആരെങ്കിലും പറഞ്ഞ പ്രശ്നമാവോ എന്നുള്ള ഉറപ്പായപ്പോഴത്തേക്ക് ഇവരെന്തിനാ ഭീമാപ്പള്ളി. ഇത് ആരോപണമാണോ? അല്ലല്ല, ആരോപണമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഭീമാപ്പള്ളി അവരിട്ട് വീഡിയോ ഇട്ട് ഭീമാപ്പള്ളി പോയാണ് പുത്തൻ ഐസ്, അതായത് പുത്തൻ ഐസ് അവർ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാർ കുടിക്കാൻ പറ്റുന്ന ഐസ് ഇവർ എടുത്തുകൊണ്ട് വന്നതാണ് പറയണത്. ഇവിടെ നിന്ന് ഭീമാപ്പള്ളി പോകണ ഏകദേശം 1200 ഓട്ടോ ഉണ്ട്. ഒരു 100 രൂപ ഐസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോയിട്ട് ഒരു ദിവസം ബ്ലോക്ക് ചെയ്ത് ബാക്കി ഐസ് അവിടെ നിന്ന് എടുക്കും. അപ്പം താഴമ്പള്ളി നിന്നാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഈ നാട്ടിൽ ഒന്ന് വാർത്തയാണ്. അമ്മ ഇതൊക്കെ വാസ്തവമാണോ? കാരണം തെറ്റ് ചെയ്യാൻ എനിക്ക് പറയില്ല. ഇതെല്ലാം വാസ്തവം തന്നെ, ഇതെല്ലാം വാസ്തവം തന്നെ. ഈ ഒരൊറ്റ പ്രശ്നമാണ് ഇവിടെ ആള് വരുത്തരുതെന്ന് പറഞ്ഞതാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായത്. അല്ലാതെ ഒന്നുമല്ല. അവർ നമ്മൾ അറിയുന്ന മക്കളായതുകൊണ്ട് അവരുടെ അടുത്ത് ആദ്യം പറഞ്ഞ് വിലവ് ചെയ്ത്, അപ്പം അവരത് പരിഗണിച്ചില്ല. അവരിവിടെ ഉള്ളവരെയൊക്കെ വെറും മറ്റവരാക്കിക്കൊണ്ടുള്ളൊരിതായിരുന്നു. അപ്പം അതിപ്പോൾ അവർ വിലവ് ചെയ്തതിൻ്റെ പേരിലാണ് ഈ പെങ്കൊച്ചും ഈ ചെറുക്കനും കൂടെ ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അല്ല, ഞാനിത് കണ്ട കാഴ്ച ഞാൻ പറയാം ചേട്ടാ, എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഒരാളെ മർദ്ദിക്കാൻ, ഒരാളെ ദേഹത്ത് ആരും തൊടാൻ അവർ വേറൊരു കാര്യങ്ങൾ പറഞ്ഞ് ചിറങ്ങി പോലീസ് നമ്മളെ സഹായിച്ചു എന്ന് പറഞ്ഞു. ചേട്ടാ, ഞാൻ ആട്ടോ ഓടിക്കുന്ന ഒരാളാണ്. ഞാൻ ആശുപത്രി പള്ളിയിൽ ആട്ടോ ഓടിക്കുന്നതാണ്. ചേട്ടാ ആട്ടോ ഓടിക്കുന്നതാണ്. ഈ ആട്ടോ ഓടിക്കുന്ന നമുക്ക് ഞാൻ ദിവസക്കൂലിക്കാർ, അതായത് സ്വന്തമായി വണ്ടിയില്ല, റെൻ്റ് എടുത്ത് 300 ഡെയിലി. ഞാൻ ഒരു കാര്യം ചേട്ടാ, ഇടിക്കുക അവിടെ തലമ്പത്താലി പൊളിച്ചില്ലേ? അവ തിരിച്ചവർ കമ്പി ഉണ്ടെന്ന് അവനെ അടിക്കണം താല്പര്യമുണ്ടില്ല. അവൻ വേറെ പിന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളിനെ കൊണ്ടുവന്നു. ആട്ടോജന്റെ കൂടെ ഇത് വില കയറ്റുന്നത്. ആട്ടോജന്റെ കൂടെ ഉള്ളതാണ് കേസിലുണ്ട്. അതായത് RS ബാബുവിന്, ആട്ടോക്കാരൻ RS ബാബുവിനെ വെട്ടിയ കേസിലെ 3ാം പ്രതി 4ാം പ്രതിയാണ് അവൻ. ഈ പ്രജിൻ. ഈ തല കൊണ്ട് അടി കൊണ്ട് കിടക്കുന്നത്. ഓ
അവനും കിടക്കാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇറങ്ങിയല്ലേ അവനല്ലേ നിങ്ങൾക്ക് ഇതിപ്പോ തന്ന കഴിഞ്ഞ ദിവസം നിങ്ങൾ പോയി എനിക്ക് തന്ന എനിക്ക് ഞാൻ നമ്മള് നാട്ടുകാരൊക്കെ വിളിച്ച് പറയണം നമ്മളുടെ അങ്ങനെയാണ് ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. പിന്നെ അങ്ങനെ ആട്ടോട്ട് ജീവിക്കുന്ന നമുക്ക് 250-300 രൂപ ഡെയിലി വേതനമുള്ള നമ്മൾ ചിറയെങ്കിലും പോലീസ് മൊത്തം വിലക്കെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഇവിടുത്തെ രാജാക്കന്മാരട്ടെ. നമ്മൾ അങ്ങനെ ഒരു പരിപാടി നമുക്ക് അവർ നിയമം പാലിച്ച് നമ്മളെ റിമാൻഡ് ചെയ്തു. കോടതിയാണ് നമുക്ക് ജാമ്യം തന്നത്. ഇവരെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്മൾ 4 പേരെ ഫോട്ടോ ഇട്ടാണ് അവർ വീഡിയോ റീച്ചാക്കിയത്. വീഡിയോ അവർക്കെല്ലാം, അതായത് ഈ ദർശനം ദർശനയ്ക്ക് ആരെ അറിഞ്ഞൂടെങ്കിലും പ്രജയ്ക്ക് അറിയാം, തലകെട്ട് അടിപൊട്ടിയ പയ്യൻ എല്ലാവരും അറിയാം. അപ്പം അവർ നേരെ വീഡിയോ ചെയ്യുന്നതാണ്. നമ്മളെല്ലാവരും ഫോട്ടോ പ്രജയ്ക്കും ജോലി ചെയ്യാതെ ഫുഡ് അടിക്കണം. ഇത് തന്നെയാണ് അവരെ ലക്ഷ്യം. അവരെന്നോട് പറഞ്ഞത് വേറെ ഒന്നുമില്ല, അവരെ ഇങ്ങനെ ബ്ലോഗ് ചെയ്ത് ഫുഡ് അവരാ കൂടി 10-20 പേരെ അവർക്ക് അറിയാവുള്ളൂ. നമ്മൾ അങ്ങനെ ജീവിക്കുന്നവരല്ല. നമ്മൾ അന്നത്തെ ജീവിതത്തിന് വോട്ടോട് ജീവിക്കുന്നവരാ. നമുക്ക് ഐഫോൺ വാങ്ങാനുള്ള പൈസ ഇല്ല, നമുക്ക് അതിന് താല്പര്യമില്ല. ബ്ലോഗ് ചെയ്ത് ജീവിക്കാനുള്ള താല്പര്യം നമുക്കില്ല. നമ്മൾ എല്ലാ ബ്ലോഗർമാരെ പറയുന്നില്ല, നല്ല ബ്ലോഗർമാരും ഉണ്ട്. ഇതേപോലത്തെ ബ്ലോഗർമാരെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ചിന്തിക്കുക, ഇവർക്ക് ഇത്രയും വരുമാനം ഇവിടെ നിന്ന് നമുക്ക് അതിനുള്ള വരുമാനം ഇല്ല. കാര്യം എന്താണ്, ഇവർ ബ്ലോഗ് ചെയ്ത് ജീവിക്കട്ടെ. നമ്മൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഏതാണ് ഇവിടെ ആ പരിപാടി നടക്കൂല. ഏതാണ് കഞ്ചാവ് അതിന്റെ പരിപാടി ഇതിനകത്ത് നടക്കൂലെന്ന് പറഞ്ഞതേ ഉള്ളൂ. അവർ ബ്ലോഗ് ചെയ്ത് ജീവിച്ചോട്ടെ. അതിന്റെ മറവിൽ തന്നെ കാര്യം ഇതെല്ലാം ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. അവർ ഓരോ മക്കളെ ഭാവികൾ നശിപ്പിക്കുകയാണ്. അവർ ഭാര്യയും ഭർത്താവും ചേർന്ന് ഇന്നും ഭ്രാന്താശുപത്രിയിലാണ് എന്റെ അളിയന്റെ മോൻ. ഇന്ന് ഭ്രാന്താശിലെ ചികിത്സയിലാണ്. ഇവൻ ഇങ്ങനെ ഗുളിക കൊടുത്ത് നൈട്രോസൺ അതായത് 200 ഗുളിക ഇവനാണോ കൊടുത്തത്? ഇതിനാണല്ലോ ഇവർ 40 ദിവസം കിടന്ന അതിലൊരു ബൈക്കും തിരുവനന്തപുരം സ്റ്റേഷനിൽ ഇപ്പോഴും ഒരു എന്നിട്ട് ഇപ്പൊ 2.5 ലക്ഷം രൂപ ബൈക്കാണ് പുതിയ മേടിച്ചത്. അപ്പൊ ഇത്രയും പൈസ 100 രൂപ പണികൾ അപ്പൊ നമ്മള് വഴക്ക് കൊടുത്തില്ല. അത് നമ്മൾ എന്നെ അടിച്ചു, തിരിച്ചെന്റെ മോൻ കണ്ടു, തിരിച്ച് അങ്ങോട്ട് ഓടിച്ച് ഇങ്ങോട്ട് ഓടിച്ച് തീർന്നു. കേസിൽ പരസ്പരം കിടന്ന് ജാമ്യം എടുത്തില്ല. അപ്പൊ അതില് പോലീസുകാരെ പഠിക്കാണ്. ഈ പയ്യനുണ്ടല്ലോ, നമ്മളെ അനിമൽക്കാണ്. ഈ കേസിൽ പ്രതിയല്ല, ഞാനും പ്രതിയില്ല. അടിച്ചത് അന്ന് സ്റ്റേഷനിൽ വെച്ച് ചേട്ടൻ പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ്റെ മോനെ അടിച്ചെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പ്രതി ചേർത്തപ്പോഴത്തേക്ക് അവൻ വന്ന് ചൂണ്ടിക്കാണിക്കണത്. കാരണം ഞാനും അവനൊക്കെ ഒരുമിച്ച് കിടന്നു. അവന് പലയിടത്തുനിന്ന് അടി കിട്ടാതെ ഇവന്മാർ 2 പേർക്കും ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ അത് കാണിച്ചില്ല. ഈ പോയ ഉത്സവത്തിന് ഇവന്മാർ ചുരണ്ടി കൊണ്ട് വയ്ക്കാൻ പറ്റി അവിടെ പിള്ളേർ സമ്മതിച്ചില്ല. അതറിയാമോ? അത് തിരക്കി നോക്കണം, ചുമ്മാറല്ല. തിരക്കി നോക്കിയാൽ മതി. ചുരണ്ടി വിൽക്കാനായിട്ട് അവിടെ ഒരു കട പ്രണവന് എന്തൊരു ജോലി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വർക്ക് എന്ന് അവ ജീവിതത്തിൽ ഇന്നൊരു ജോലിക്ക് കിട്ടില്ല. ഞാൻ എന്തായാലും ഞാനത് അവരെ അടി കൊണ്ട് തല പൊട്ടിയപ്പോഴും ഞാൻ വാർത്ത ചെയ്തു. ഇല്ലെന്ന് ഞാൻ പറയുന്നത്, ഞാൻ വാർത്ത ചെയ്തു. നിങ്ങളെ ഭാഗം കൂടെ കേൾക്കാൻ വന്നിരിക്കുകയാണ്. കാരണം എനിക്കൊരാളെ തല അടിച്ച് പൊടിച്ച് കാണുമ്പോഴത്തേക്ക് സങ്കടം തോന്നി. ഒരു മനുഷ്യനെ അടിക്കുന്നത് തിരിച്ചങ്ങനെ അറിയില്ല. ഞാൻ നിങ്ങൾ ശത്രുവാണെന്നുണ്ടെങ്കിൽ പാനി അടിക്കാക്കൂല, നിങ്ങൾ എന്നെ പാനി അടിക്കൂ? ഒരിക്കലും ഇല്ല. അപ്പം നിങ്ങളെ കട്ട് ജയിക്കണമെന്നുള്ള ആവശ്യം അവർ കമ്പി ഇടുന്നു. അപ്പോൾ എൻ്റെ മോൻ തിരിച്ചെടുത്തിട്ട് കമ്പി പിടിച്ചെടുത്ത് അടിച്ച കാര്യം ഉള്ളത്. അത് വേറെ എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ്. എന്തായാലും ഞാൻ അവരുടെ ഭാഗം കൂടെ കേൾക്കും. നിങ്ങൾ പറഞ്ഞ അത് ഈ പറഞ്ഞതെന്ന് വെച്ചാൽ ദർശനെ അവൻ്റെ വൈഫിനെ ചവിട്ടിയെന്നുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കാലത്ത് നടക്കാൻ സംഭവമാണ്. നടന്ന സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവള് പറയുന്ന അവൾ 8 മാസം പ്രഗ്നന്റ് ആണെന്ന്. അവളെ ഈ ചവിട്ടിയെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ചേരൂ. ഞങ്ങളും പെണ്ണുങ്ങളാണ്, നമ്മളും പ്രസവിച്ചതാണ്. എന്തുകൊണ്ട് ഇവർ വീട്ടിൽ താമസിക്കാൻ വരുന്നില്ല? ഇവളെന്തുകൊണ്ട് അവൾക്ക് ഇത്രയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അവളെന്തുകൊണ്ട് അവളെ വീട്ടിൽ വരുന്നില്ല? ഇപ്പൊ ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ സ്വന്തം വീട്ടിലാണ് ഇരിക്കുന്നത്. അത് ദൈവത്തിന് പിടിക്കണം. ഇവളെ ചവിട്ടിയെന്ന് പറയുന്നത് ഡോക്ടർമാരെന്തിനിരിക്കുന്നത്? ഇവരിവിടെ കഞ്ചാവ് വിൽക്കാൻ ഒക്കില്ലെന്നുള്ള തീരുമാനം എടുത്ത് ഇവര് വാടക ഇവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മളെ പാലൊന്നിലാണ്. ഇപ്പൊ ഈ പ്രണവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വാടക ഇവിടെ എടുത്തിരിക്കുന്ന നമ്മളെ പാലൊന്ന് സൈഡിലാണ്. ഇവന്റെ അനി എടുത്തിരിക്കുന്നത് ഇപ്പൊ കോരാണിതാണ്. ഈ എനിക്ക് ഏറ്റവും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആ പരിസരവാസികൾ ഇവരെ വളരെ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ കൊച്ചു പയ്യന്മാരെ അവർ കൈക്കലാകും. അവരിതേ കണക്ക്. എന്റെ മോന്റെ അവസ്ഥ അവന്റെ കൂടെ എന്റെ മോനും അവന്റെ അവന്റെ ബൈക്ക് ഇരിക്കണം പറഞ്ഞില്ല. ആ ബൈക്ക് ഇവനെ വിൽക്കാൻ കൊണ്ട സാധനവും അവന് എന്റെ മോന്റെ കൂടെ ആയിരുന്നു. ഇത് അറിയായിരുന്നൊക്കെ വിലക്കാത്തത് വിലക്കിയതാണ് ഇപ്പൊ ഇത്രയും പ്രശ്നമായത്. ഇവനെ ഞാൻ വിളിക്കാൻ പോയ മക്കളെ പറഞ്ഞതിന് അവന്മാർക്ക് എന്നോട് വിരോധം. നൈട്രോസൺ അങ്ങനെയൊക്കെയുള്ള കൂടുതൽ കെമിക്കലുകൾ ഇതൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ നേരത്തെ വിലക്കൂടെ അല്ലെങ്കിൽ ഡാൻസ് ഔട്ട് ടീം കൊണ്ട് ഇൻഫോം ചെയ്യൂലായിരുന്നു. നമ്മളിപ്പം ഇപ്പൊ അടുത്തിടയ്ക്ക് ഇൻഫോം ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. മനസ്സിലായില്ല. നേരത്തെ അകത്തായി ഇതിന്റെ പേരിൽ അകത്തായിരുന്നു. അകത്തായതിന്റെ പേരിലാണ് ഇവർക്ക് പിന്നെ എന്റെ മോനെ മെയിനായിട്ട് പിടിച്ചിട്ടിരുന്നതിൽ.
അപ്പൊ ഇവനൂടെ നിൽക്കുന്നുണ്ട് നമുക്ക് അവരെ കളി ഇത് ഉണ്ടാവാതിരിക്കാനാണ് ഇനിയുള്ള നാട്ടുകാർക്ക് ശ്രമിക്കുന്നത്. ഇവർ എവിടെ ആയിരുന്നാലും ഇപ്പൊ ഇവിടെ നിന്ന് വാടക വീടെടുത്ത് പാലം താമസിക്കുകയാണ്. അതിനങ്ങനെ ആ പാലം എന്നുള്ള സ്ഥലത്ത് പിള്ളേരെ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെ കൈക്കലാവും. കാരണം ഇപ്പോഴത്തെ പിള്ളേർന്ന് 10-14 വയസ്സ് ഏതായാലും ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അവരുടെ ഇതിപ്പോൾ ഒരു ആരോപണമാണ്. ഞാനത് അവരുടെ വാർത്തയും അവരുടെ മറുപടി കേൾക്കണുണ്ട്. കാരണം കേൾക്കണം നിങ്ങൾ പറഞ്ഞ ആരോപണം അവർ ശരിയാണെന്ന് പറയണ്ടേ? പിന്നെ തീർച്ചയായിട്ടും ഇത് നാട്ടുകാർ തീരുമാനം എടുത്ത് കാരണം എന്താണെന്നെങ്കിലും ചെയ്യുന്നൊരു ശരി വേണം. അത്രേ ഉള്ളൂ. നമ്മൾ എല്ലാ ബ്ലോഗേഴ്സിനെ കുറിച്ച് കുറ്റം പറയാം. ഇവരെ പറ്റി അന്വേഷിക്കട്ടെ. ബ്ലോഗേഴ്സ് ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട്, നല്ല ബ്ലോഗേഴ്സ് ഉണ്ട്. നമ്മൾ ഈ ചീത്ത ബ്ലോഗേഴ്സിൽ ഒരു ബ്ലോഗേഴ്സാണ് ഇവർ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന പ്രവൃത്തി വെളി അറിയാൻ പാടില്ല. അതിന് മറപറ്റാണ് ബ്ലോഗേഴ്സ് കൊണ്ട് നടക്കുന്നത്. ഇതും കൊണ്ടൊന്നും നമുക്ക് കിടക്കാൻ പറ്റൂല. നമ്മൾ ബ്ലോഗർമാരല്ല, നമ്മൾ ബ്ലോഗിന്റെ കാര്യമില്ല. നമ്മൾ അധ്വാനം ജീവിക്കുന്നവരാണ്. അതാദ്യം മനസ്സിലാക്കണം. ഈ വാർത്ത കാണുന്നവർ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഈ ബ്ലോഗർമാർക്ക് മാത്രം ജീവിച്ചാൽ മതിയാ. എല്ലാ ബ്ലോഗറല്ല. അതേപോലെ തന്നെ ഇപ്പൊ എന്റെ ജോലിയില്ല. കൊച്ചെടുക്കേണ്ട ജോലിയില്ല. അതൊക്കെ ശരിയാടാക്കളെ. അപ്പൊ കഴിയുന്നതിന് ആവശ്യമില്ലാത്തത് ഇടാതിരിക്കാനുള്ള നമ്മൾ ശിക്ഷ, അതായത് കോടതി റിമാൻഡ്, ഇവര് പോലീസ് റിമാൻഡ് ചെയ്യും. നമ്മൾ റിമാൻഡ് വീട് എവിടെയാ? ഇത് വഴി പോകും. തൊട്ടടുത്ത് അങ്ങോട്ട് പോകണോ? ശരി, ഞാൻ പോയി നോട്ട്. ഇവിടെ ആണല്ലോ ഞങ്ങളെന്തായാലും അവരുടെ വാർത്ത അവർ പറഞ്ഞതെല്ലാം കേട്ടു. ഞങ്ങൾ അവരെ വീട്ടിൽ വന്നു. അവരെ വിളിച്ചായിരുന്നു. ഞാൻ രാവിലെ വരുമെന്ന് പറഞ്ഞായിരുന്നു, വിളിച്ചായിരുന്നു. പക്ഷേ അവർ പൂട്ടിയിരിക്കുകയാണ്, ആരുമില്ല. ഒരവസ്ഥയാണ്. എന്തായാലും 2 ഭാഗങ്ങളും ആദ്യത്തെ വാർത്ത നമ്മൾ ചെയ്തു, രണ്ടാമത്തെ അവരുടെ ഭാഗം കേട്ടു. ഒരു ഭാഗം കേട്ടപ്പോഴത്തേക്ക് തന്നെ ഞാൻ അവരെ വിളിച്ചായിരുന്നു, ഞങ്ങൾ വരുമെന്ന് പറഞ്ഞായിരുന്നു. അതിന് റെക്കോർഡിങ്സ് തന്നെ ഉണ്ട്. അവർ വരാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ വീട് പൂട്ടിയിരിക്കുകയാണ്. ഇതിലും സത്യം നിലയ്ക്കേണ്ടത് പോലീസാണ്. അവരുടെ ആരോപണങ്ങളൊക്കെ ശരിയാണെങ്കിൽ അതൊക്കെ മോശമാണ്. കാരണം വെച്ചാൽ ഈ നൈട്രോ ബസ് എന്തോ ഒരു ഗുളിയുടെ പേരൊക്കെ പറഞ്ഞു, അതും കഞ്ചാവും കാര്യങ്ങളും അതൊക്കെ അങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണമെങ്കിൽ അത് വളരെ മോശം കാര്യമാണ്. അതെന്തായാലും ഞങ്ങളത് അന്വേഷിക്കാൻ വേണ്ടി തിരിച്ച് അവരുടെ കാര്യം അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നു. പക്ഷേ ഇവിടെ കുറച്ച് നടന്ന ഒന്നാണ്. വീട് പൂട്ടിയിരിക്കുകയാണ്. കോളിംഗ് ബെൽ പോലുമില്ല. വീടൊക്കെ പൂട്ടിയിരിക്കുകയാണ്. ഡിസ്പേഴ്സിന് വേണ്ടി ക്യാമറമാൻ അനീഷിനൊപ്പം ശ്രീത് മാരാർ സൈനിങ്.